ക്ക് പോവാട്ടോ. അപ്പോൾ അതേ നമുക്ക് വിചാരിച്ച് നോക്കിയപ്പോൾ അത്ര വെതർ കണ്ടില്ല. പക്ഷെ ഇന്ന് നോക്കി കഴിഞ്ഞപ്പോൾ ഇന്ന് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ നല്ല ചൂടുണ്ടെങ്കിൽ 18-19 ഉണ്ടെന്നോളൂ. അത്യാവശ്യം എല്ലാ സാധനങ്ങളും പാക്ക് ചെയ്തിട്ട് ഒരു നൈറ്റ് അവിടെ സ്റ്റേ ചെയ്തിട്ട് 2 ഡേയും ഒരു നൈറ്റും കൂടെ സ്റ്റേ ചെയ്യാനായിട്ട് പോകണം കേട്ടോ. അപ്പോൾ എല്ലാം കൂടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. കോഴികളൊക്കെ ഭക്ഷണം കൊടുത്തോ എല്ലാം ഒരു ദിവസത്തെ 2 ദിവസത്തെ പരിപാടിയിലുള്ളത്. അതാണ് വലിയ കുഴപ്പമില്ല കേട്ടോ. ചെടികളൊക്കെ ഓൾറെഡി നനച്ച് കേൾക്കോ നടക്കും കയറി. ഇനി മഴ പോണ വഴിക്കും പോയിട്ടുള്ള വിശേഷങ്ങളൊക്കെ കാണിച്ചു തരാവേ. നമ്മളെനിക്കൊന്ന് കാപ്പി പിടിക്കാൻ വണ്ടി നിർത്തിയതാട്ടോ. നമുക്ക് ഇവിടുത്തെ ഡ്രൈവർ എന്ന് പറഞ്ഞാൽ നല്ല രസമാണ്. നമ്മൾ മെയിനായിട്ട് ഇങ്ങനെ വഴി കൂടെ പോകുമ്പോൾ അതാണ് നമ്മളെ ഭയങ്കര ഈ സണ്ണി ആയിട്ടുള്ള ദിവസമാണെങ്കിൽ ഇഷ്ടംപോലെ പൂക്കളും ചെടികളും അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല സൂപ്പറാട്ടോ. നമ്മൾ മധുര സേവ മിക്സർ കാപ്പി എടുക്കാനുള്ള സെറ്റപ്പൊക്കെ ആയിട്ടോ വരുന്നത്. കാരണം എപ്പോഴും നമ്മൾ മോട്ടോർവേ ഒക്കെ ആകുമ്പോൾ നമുക്ക് ഇടയ്ക്ക് അങ്ങനെ കടകളൊന്നും അധികം കാണത്തില്ല. അപ്പോൾ നമ്മൾ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കൊണ്ടുവന്ന് നമുക്ക് ഇടയ്ക്ക് ഒന്ന് റെസ്റ്റൊക്കെ ചെയ്ത് കാപ്പിയൊക്കെ എടുത്ത് പോവാം. ഞാൻ പറഞ്ഞില്ല ഇവിടുത്തെ വഴികളിൽ കുറേ പല കളറുള്ള പൂക്കളും മഞ്ഞ കളർ വെള്ള കളറൊക്കെ കാണാം. അപ്പോൾ ഒക്കെ നമുക്ക് നിർത്തി കാണാനൊക്കെ തോന്നുന്നുണ്ട്. പക്ഷേ മോട്ടോർവേയുടെ സൈഡിൽ നമുക്ക് എല്ലാ സ്ഥലത്തും അങ്ങനെ നിർത്താനുള്ള സൗകര്യമൊന്നും ഉണ്ടാവത്തില്ല. അപ്പോൾ ഇടയ്ക്ക് ഇതുപോലെ പാർക്കിംഗ് എന്നും പറഞ്ഞിട്ട് ഒരു കുറച്ച് ദൂരം കൂടുമ്പോൾ ഒരു സ്ഥലം എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ബ്രൂ കോഫി ഉണ്ടാക്കി മിക്സറും മധുരസേവ കൂട്ടി അടിക്കാൻ പോകാം കേട്ടോ. നമ്മുടെ ബ്രൂ കോഫി റെഡി ആയിക്കൊണ്ടിരിക്കുക കേട്ടോ. ശരിയായില്ല ലാസ്റ്റ് തുടങ്ങുമ്പോയില്ല. ആ ചൂടുള്ള മാറില്ലോ. നല്ല ബ്രൂ കോഫിയുടെ മണം വരുന്നത്. അടുത്ത വണ്ടി കണ്ടോ ഇവിടെ നിന്ന് പാർക്ക് ചെയ്യുന്നുണ്ട്. അവർ ഇതൊന്ന് റെസ്റ്റ് എടുക്കാൻ വേണ്ടി വന്നേക്കണായിരിക്കും കണ്ടോ. സ്കൈയൊക്കെ നല്ല ബ്ലൂവിൽ നിന്നിട്ട് തിളങ്ങോ. ടൊമാറ്റോ വിശക്കണ്ടോടാ? മിക്സർ തിന്നുകൊണ്ടിരിക്കുക വിശന്നിട്ട്. കാപ്പി അടിച്ചപ്പോൾ ഉഷാറായ സെറ്റ് കാപ്പിയാണോ ബ്ലാക്ക് കോഫിയാണോ? ഒന്ന് വേണ്ട. ടൊമാറ്റോ വേണ്ട. വെള്ളം ഉണ്ട് അതിനകത്ത്. വെള്ളം കുടിക്കണം നിങ്ങൾ. കണ്ടോ ക്യാരവാനൊക്കെ പുറത്തിറങ്ങി തുടങ്ങി കേട്ടോ. എല്ലാവരും യാത്രകൾ തുടങ്ങി. കപ്പി സൂര്യൻ ഉദിച്ച് നിൽക്കുമ്പോൾ നമുക്ക് അയറോട്ട് കൂടെ യാത്ര എല്ലാം രസമാണ്. ഭയങ്കര ഭംഗിയുള്ള കുറേ കാഴ്ചകൾ കാണാൻ പറ്റുമേ. അല്ലെങ്കിൽ ഇടയ്ക്കൊന്ന് ബ്രേക്കിന് വേണ്ടിയിട്ട് സൂപ്പർ മാക്സ് കഴിക്കാൻ കയറി കേട്ടോ. നല്ല ചൂടാണ്. അപ്പോൾ നമ്മൾ പുറത്തൊക്കെ ഇരുന്ന് കഴിക്കാമെന്ന് പറഞ്ഞ് പുറത്ത് ഇരിക്കുകയാണ്. സൂപ്പർ മാക്സ് ഇവിടെ ഇങ്ങനെ നല്ല പച്ചപ്പായിരിക്കും കേട്ടോ. ഈ സ്പ്രിങ് കഴിയുമ്പോൾ തന്നെ നല്ല പച്ചപ്പായിരിക്കും. ലോണൊക്കെ എല്ലാവരും വെട്ടിയിട്ട് നല്ല ഭംഗിയായിരിക്കും. അതിൻ്റെ ഇടയിൽ ഇങ്ങനെ മിക്കവാറും നമ്മളിങ്ങനത്തെ സൈഡിലേക്ക് അല്ലെങ്കിൽ മയോ സൈഡിലേക്കൊക്കെ വന്നു കഴിഞ്ഞാൽ കുറേ ചെമ്മരിയാടുകളുണ്ടാവും. ചെമ്മരിയാടുകളൊക്കെ ഇങ്ങനെ കിടന്ന് മേയുന്നുണ്ടാവും. അവരുടെ മേത്തൊക്കെ ഇങ്ങനെ പെയിൻ്റൊക്കെ അടിച്ചിട്ടുണ്ടാവും. അവരുടെ ഓണർഷിപ്പ് അറിയാൻ വേണ്ടിയിട്ടാണെന്ന് തോന്നുന്നു, ആരുടെയാണെന്നൊക്കെ അറിയാം. പക്ഷെ നല്ല രസമായിട്ടത് കാണാനായിട്ട്. നമ്മളിങ്ങനെ പോണ വഴിക്ക് ഈ ഫർണസ് എന്ന് പറഞ്ഞപ്പോൾ നമ്മളിങ്ങനെ ഗൂഗിൾ ചെയ്തപ്പോൾ കണ്ടിരുന്നു കേട്ടോ. ഫർണസ് ഒരു അട്രാക്റ്റീവ് പ്ലേസ് ആണെന്ന് തോന്നിയത്. അപ്പോൾ കണ്ടപ്പോൾ നിർത്തി. അതികൂടെ ഉള്ളിക്കോട്ട് കുഞ്ഞു വഴിയാണ്. ഒരു വണ്ടിക്ക് വളരെ വീതിയുള്ള റോഡാട്ടോ. പക്ഷേ ഡ്രൈവർ നല്ല രസമുണ്ട്. ആടുകളൊക്കെ അങ്ങോട്ട് പോയി. അപ്പോൾ നമ്മളിങ്ങനെ വർക്കിഷൻ അവിടെ ഉണ്ട് താഴേക്ക്. അപ്പോൾ ഇവിടെ നിറയെ ഇങ്ങനെ പച്ച പുല്ലുകളും കുറേ ലേക്കുകളും അതിൻ്റെ സൈഡിലൊക്കെ നിറയെ ആടുകൾ മേയാൻ നടക്കുന്നുണ്ട്. ചെമ്മരിയാടുകൾ. അപ്പോൾ നല്ല രസമുണ്ടായിരുന്നു അത് കാണാനായിട്ട്. നമ്മളെ കണ്ടപ്പോഴേക്കും ആടുകളൊക്കെ അങ്ങോട്ടേക്ക് ഓടിപ്പോയി. അപ്പോൾ ഈ അയർലൻഡിലൊക്കെ റോഡ് ട്രിപ്പ് ചെയ്യുമ്പോൾ നമ്മൾ ഡെസ്റ്റിനേഷനേക്കാൾ കൂടുതൽ നമുക്ക് സന്തോഷം വരുന്നത് പോലെ നമ്മൾ ഇടയ്ക്കിടയിൽ പോകുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കാണ്ട് നമ്മൾ ചില കാഴ്ചകൾ കാണും. അപ്പോൾ നമ്മളുടെ വണ്ടി നിർത്തി കാണുമ്പോഴൊക്കെ നമുക്ക് നല്ലൊരു ഫീലാണ്. അങ്ങനെ ഒരു സ്ഥലത്ത് നമ്മൾ വർക്കിച്ച് അങ്ങ് താഴെ പോയിട്ടോ. അവൻ എവിടെ പോയി നോക്കട്ടെ. വർക്കിച്ചേ ഹായ് കാണിച്ചേ. കാണില്ല ക്യാമറയിൽ പോലും. അങ്ങനെ ഇവിടെ നല്ല രസമായിരുന്നു കേട്ടോ. ഈ ഫർണസ് എന്ന സ്ഥലത്ത് കുറച്ച് ഞങ്ങൾ സ്പെൻഡ് ചെയ്തു. കാണാനും വീഡിയോസ് എടുക്കാനും ഒക്കെ നല്ല രസമായിരുന്നു കേട്ടോ. നമ്മൾ ഇതിൽ കൂടെയൊക്കെ പോകുമ്പോൾ ഒരു വണ്ടി പോകാനുള്ള വൈദ്യുതിയുള്ള റോഡുകളായിരിക്കും കേട്ടോ മിക്കവാറും ഇങ്ങനത്തെ കൺട്രി സൈഡിലോട്ടൊക്കെ നമ്മൾ പോകുന്നു കഴിഞ്ഞാൽ. പക്ഷേ ഞാൻ പറഞ്ഞില്ല അവിടെ ഇങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് ഇങ്ങനെ പോകുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു രസമാണ്. ഭയങ്കര ഒരു ഫ്രഷ്നെസ് കിട്ടും നമ്മുടെ മനസ്സിന്.
പിന്നെ അയർലൻഡിൽ എപ്പോഴും ഒരു വിൻഡി ആയിരിക്കും കേട്ടോ വെതർ, ഒരു കാറ്റുണ്ടാവും എപ്പോഴും. അപ്പോൾ നമ്മൾ എത്ര ചൂടാന്ന് കണ്ടാലും ഇങ്ങനത്തെ സ്ഥലത്തേക്കൊക്കെ ട്രിപ്പ് പോകുമ്പോൾ ഒരു ജാക്കറ്റൊക്കെ കൈ കരുതണേ. കാരണം നമ്മൾ ഇങ്ങനെ കയറി പോകുന്നത് നമുക്ക് ആ കാറ്റുള്ളതുകൊണ്ട് നമുക്ക് തണുപ്പുണ്ടാവും കേട്ടോ. അപ്പോൾ ഇന്നും ഈ പറഞ്ഞ പോലെ നല്ല തെളിഞ്ഞ് നിൽക്കണമെങ്കിലും ഇടയ്ക്ക് കാറ്റൊക്കെ അടിക്കുമ്പോൾ നമുക്ക് ചെറിയൊരു തണുപ്പുണ്ടേ. നമ്മൾ പോകണമെങ്കിൽ നിർത്തി വേറെ സ്ഥലം കേട്ടോ, ഒരു ബീച്ച് പോലെ അങ്ങോട്ട് ഗ്യാസസ് കാണാൻ പറ്റുന്നില്ല, പക്ഷെ നല്ല രസമുണ്ട് കേട്ടോ. മണലിന് വരെ നിറയെ ഇങ്ങനെ പുല്ലിൻ്റെ തിട്ടുകളൊക്കെ ആയിട്ട് വെള്ളത്തിൻ്റെ ഇടയിൽ. പിന്നെ ഇവിടെ എപ്പോഴും ഉണ്ടല്ലോ ഇങ്ങനെ ചെമ്മരിയാടുകളുണ്ടാവും ഈ സൈഡിലൊക്കെ ആയിട്ട്. അപ്പോൾ ഇവിടെ നിന്നുള്ള വ്യൂ, ആ ഒരു വ്യൂ പോയിന്റ് പോലെയാണ്. ഇവിടെ നിർത്തി കഴിഞ്ഞപ്പോൾ അവിടെ കുറേ മൗണ്ടെയ്ൻസും അതിൻ്റെ താഴെ വെള്ളവും പിന്നെ ഈ ഞാൻ പറഞ്ഞ പച്ചപ്പും നല്ല രസമുണ്ട് കേട്ടോ. ജസ്റ്റ് വണ്ടികൾ നിർത്തിയിരിക്കുന്നത് കണ്ടപ്പോൾ അന്ന് ഇറങ്ങി നോക്കാതെ ഒരു ഈവനിങ് 6:30 ആയിട്ടോ. എന്നാലും നല്ല ബ്രൈറ്റായിട്ട് നിൽപ്പുണ്ട്, സ്കൈ നല്ല ബ്രൈറ്റായിട്ട് നിൽപ്പുണ്ട്. അപ്പോൾ നമുക്ക് കാണാൻ നല്ല രസമുണ്ട്. ഇടയ്ക്ക് ഞാൻ പറയില്ല ഇവിടെ ഇങ്ങനെ മഞ്ഞപ്പൂക്കളൊക്കെ ഉണ്ടാവേ, അങ്ങനത്തെ പൂക്കളും. ഇതിൻ്റെ ഇടയിൽ കുറേ ഡാഫോഡിൽസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഡാഫോഡിൽസിൻ്റെ ടൈം കഴിഞ്ഞ കാരണം അതൊക്കെ പോയി. പക്ഷെ ഇവിടെ നിന്ന് ഇങ്ങനെ കണ്ടുകൊണ്ട് നിൽക്കാനായിട്ട് നല്ല രസമുണ്ട്. ഇതിൽ കുറേ സ്ഥലങ്ങളൊക്കെ ഞങ്ങളിങ്ങനെ പാസ് ചെയ്ത് പോയി കഴിഞ്ഞിട്ട് അയ്യോ നല്ല ഭംഗിയുണ്ടായിരുന്നല്ലോ അത് കാണാനും പറഞ്ഞ് തിരിച്ചു വന്നൊക്കെ നിർത്തിയിട്ട് കുറച്ച് നേരം കണ്ട വീടുകളും അവിടുത്തെ ചുറ്റുവട്ടവും ഒക്കെ ഉണ്ടോ കേട്ടോ. അത്രയും നമുക്കിങ്ങനെ കണ്ട് നിൽക്കാൻ തോന്നുവേ. ഇതിവിടുത്തെ ഒരു ബ്രിഡ്ജായിരുന്നു കേട്ടോ നമ്മൾ പാസ് ചെയ്ത്. നല്ല ഭംഗിയിൽ അവരുണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ പറഞ്ഞ സൂര്യൻ ഇങ്ങനെ തെളിഞ്ഞ് നിൽക്കാട്ടോ. അപ്പോൾ നമുക്ക് ഇവിടെ കാണാം എല്ലാവരും വന്ന് ഐസ്ക്രീം കഴിക്കണതും അതുപോലെ പുറത്തിറങ്ങി ബൈക്കും സൈക്കിളൊക്കെ ആയിട്ട് എല്ലാവരും പുറത്തേക്ക് നടക്കാനിറങ്ങണമൊക്കെ കാണാവേ. അങ്ങനെ പോകുന്ന വഴിക്കാണ് നമ്മുടെ അക്കിൾ ഐലൻഡ് പാസ് ചെയ്ത് കേട്ടോ. അപ്പോൾ എന്താ പറയുക, സൂര്യൻ ഉദിച്ച് കഴിഞ്ഞാൽ അയർലൻഡിൽ കൂടെ എവിടെ ഡ്രൈവ് ചെയ്താലും നല്ല ഭംഗിയാണ്. പക്ഷേ ഇവിടുത്തെ വ്യൂ സൂപ്പറാണ്, ഒന്നും പറയാനില്ല. അപ്പോൾ ഇവിടെ ഞങ്ങൾ നോക്കി കഴിഞ്ഞപ്പോൾ ഇവിടെ കുറേ കാരവാൻസ് ഒക്കെ പാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോഴാണ് ഇവിടെ കീൽ ബീച്ച് എന്ന് പറഞ്ഞ ബീച്ചാണ് കേട്ടോ. ഇവിടുത്തെ ബീച്ചുകൾക്കൊക്കെ പ്രത്യേക ഭംഗി, വെള്ളത്തിൽ നല്ല നീല കളറായിരിക്കും, സ്കൈയും വെള്ളമൊക്കെ അങ്ങനെ ബ്രൈറ്റായിട്ട് നിന്നിട്ട് സൺഡേ ആയിട്ടുള്ള ദിവസങ്ങളിൽ വന്നേ നമുക്ക് ബീച്ചിൻ്റെ അടുത്ത് പോരാനേ തോന്നില്ല കേട്ടോ. ഒരു കാണാനുള്ള ഭംഗിയും ഫോട്ടോസൊക്കെ എടുത്തുമ്പോൾ നമുക്ക് നല്ല വീഡിയോസിലൊക്കെ നല്ലൊരു വൈബ്രൻറ്റ് കളേഴ്സ് ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇവന്മാർക്ക് ബീച്ച് കണ്ടപ്പോൾ വേഗം, പക്ഷേ ഞാൻ പലപ്പോഴും 7:30 ആയി, നമുക്ക് ഇന്ന് ചെന്നിട്ടാണ് ചെക്ക് ഇൻ ചെയ്യാനായിട്ട് ഹോട്ടലിൽ കയറാനുള്ള. അപ്പോൾ അതുകൊണ്ട് വേഗം പോവാം, ഇച്ചിരി നേരം നിന്നാൽ മതി എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഇറങ്ങിയേക്കണേ. അങ്ങനെ കുറച്ച് നേരം നമ്മൾ ബീച്ചിൽ സ്പെൻഡ് ചെയ്തു കേട്ടോ. അവന്മാർ കുറച്ച് നേരം കളിച്ചു. പിന്നെ നമ്മളതിനകത്ത് കുറച്ച് ഭംഗിയുള്ള കല്ലുകളൊക്കെ പറക്കിയെടുത്ത് അങ്ങനെയൊക്കെ കുറേ നേരം നിന്ന് കേട്ടോ. അത് നമ്മൾ തിരിച്ച് ഹോട്ടലിലേക്ക് പോകാൻ വേണ്ടിയിട്ട് വണ്ടി കയറുവാണേ. അങ്ങനെ പോകുന്ന വഴിക്കാട്ടോ വേറൊരു ബീച്ചും കൂടെ കണ്ണിൽപ്പെട്ടെ. അപ്പോൾ ഇവന്മാർക്ക് ഇച്ചിരി കൂടെ നേരം മണലിൽ കളിക്കണം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ നോക്കിയപ്പോൾ നല്ല ഭംഗിയുണ്ട് മുകളിൽ നിന്ന് കാണാൻ കേട്ടോ. നല്ല ക്ലീൻ ആയിട്ടുള്ള ബീച്ച്, വലിയ തിരക്കൊന്നുമില്ല. കീം ബീച്ച് എന്നാട്ടോ പേര്. അപ്പോൾ എന്നാൽ കുറച്ച് നേരം ഇറങ്ങി ഇവന്മാരെ കളിപ്പിച്ചിട്ട് പോകും. കാരണം ഇരുട്ട് അങ്ങ് ഒത്തിരി ആയിട്ടില്ല, സമയം വൈകിയെങ്കിലും. അപ്പോൾ ഇച്ചിരി നേരം കൂടെ ഇറങ്ങാമെന്ന് പറഞ്ഞ് അവിടെ വീണ്ടും ഇറങ്ങി. സമയം 9 മണിയൊക്കെ പ്രത്യേകിച്ച് തണുപ്പായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ വേഗം പോകാൻ നിർത്തി ഇവന്മാരെ കുറച്ച് നേരം കളിച്ചു. അത്ര തിരക്കൊന്നും ഉണ്ടായില്ല കേട്ടോ. എനിക്കോട് രാത്രി ആയതുകൊണ്ടായിരിക്കും എല്ലാവരും വീട്ടിൽ പോകാനുള്ളതുകൊണ്ട് വലിയ ആൾക്കാരൊന്നുമില്ല. കുറേ നേരം അവർ മണലിൽ കളിക്കുകയും വെള്ളത്തിൽ ഇതൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ പയ്യെ അങ്ങ് പോകാമെന്ന് എഴുതിയിട്ടാട്ടോ. എടാ വാ പോവാം. അങ്ങനെ നമ്മൾ നമ്മുടെ ഹോട്ടലിലെത്തി. ഹോട്ടലിലേക്ക് അത്യാവശ്യം ഡ്രൈവ് ഉണ്ടായിരുന്നു കേട്ടോ. ഒരു 1.5 മണിക്കൂർ ഉണ്ടായിരുന്നു. നമ്മളെത്തിയപ്പോഴേക്കും 10 മണി 11 മണിയൊക്കെ ആവാറായി കേട്ടോ. നല്ല രസമുള്ള ഇൻറ്റീരിയറൊക്കെ ചെയ്തൊരു ഹോട്ടലായിരുന്നു. തന്നൊക്കെ ഒരു പിയാനോയും പിന്നെ അവിടെ കുറേ സിറ്റിംഗ് ഏരിയയും ഒക്കെ ആയിട്ട് നല്ല രസം ഉണ്ടായിരുന്നേ. രാത്രി 10:30 ആയി. അതായത് നല്ല ടയേർഡായി. എല്ലാവരും ഈ ഫുഡ് കഴിച്ചിട്ട് വേണം നമ്മുടെ റൂം കണ്ടാലാണ് സമാധാനമാവുള്ളൂ. എങ്ങനെയുണ്ട് നമ്മൾ ഈ ഹോട്ടലിൽ കയറി വന്നിട്ടില്ലേ, അപ്പോൾ എങ്ങനെയുണ്ടെന്നൊക്കെ അറിഞ്ഞാലേ.
കേട്ടോ. നമുക്ക് കിഡ്സിന് ബെഡുണ്ട്. മിഠായിയൊക്കെ ഉണ്ട്. മിഠായി ഉണ്ട്. പിന്നെ ഇവിടെ വൈൻ ഐസിലിട്ട് വെച്ചേക്കുന്നത്. അപ്പോൾ നല്ല തണുത്ത് ചില്ലായിട്ടിരിക്കുന്ന വൈൻ ഉണ്ട് കേട്ടോ. സ്പാർക്കിംഗ് വൈനാണോ. പിന്നെ കാപ്പി അടിക്കാനുള്ള സെറ്റപ്പും. അങ്ങനെ ഇനി നമുക്ക് റൂമൊക്കെ ഞങ്ങൾ കണ്ടിട്ട് ബാക്കി വിശേഷങ്ങൾ പറയാവേ. എല്ലാം കിട്ടുമോ നോക്കാം. സമയം 12 മണി ആവാറായി. നേരത്തെ എന്തെങ്കിലും തരണേ ചോദിച്ചു നോക്കാം. ഇവിടെ പ്രൈസ് വന്നിട്ട് പ്രൈസ് അങ്ങനെ നമ്മൾ പുറത്തിറങ്ങി കേട്ടോ. കാരണം അവിടുത്തെ ഡിന്നറിൻ്റെ ടൈം ഓൾറെഡി കഴിഞ്ഞായിരുന്നു. നമ്മൾ പുറത്തിറങ്ങി ഫുഡ് കഴിക്കാനായിട്ട് തപ്പി കഴിഞ്ഞപ്പോൾ ഒരു ചൈനീസ് കിട്ടി കേട്ടോ. അപ്പോൾ അവിടെ പോയി ഫുഡ് വാങ്ങിച്ച് റൂമിലേക്ക് കൊണ്ടുവരാനായിട്ട് അവിടെ പോയി ഫുഡൊക്കെ ഓർഡർ ചെയ്തു. അതിൻ്റെ ഇടയിൽ നമ്മൾ സിറ്റി കൂടെ ഒന്ന് ഡ്രൈവ് പോയിട്ട് നമ്മളിങ്ങനെ എവിടെയെങ്കിലുമൊക്കെ പോയി താമസിക്കുന്ന രാത്രിയിൽ ഞങ്ങൾ സിറ്റി കൂടെ ഒന്നെങ്കിൽ ഡ്രൈവോ അല്ലെങ്കിൽ വോക്കോ ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് രസമായിരിക്കും. അത് പ്രത്യേകിച്ച് വീക്കെൻഡ് കൂടി ആകുമ്പോൾ അത്യാവശ്യം തിരക്കായിരിക്കും. അപ്പോൾ ആളുകളൊക്കെ ഇങ്ങനെ നടക്കുന്നുണ്ടാവും. പബ്ബുകളൊക്കെ ഓപ്പൺ ആയിട്ടുണ്ടാവും. ഇപ്പോൾ ഇവിടെയാണെങ്കിൽ ഒരു നല്ല പള്ളിയൊക്കെ ഉണ്ടായിരുന്നു. ആ പള്ളിയുടെ ലൈറ്റ്സും അവിടെ മിക്കവാറും എല്ലാ സിറ്റികളുടെ നടുക്കെ കൂടെ ഒരു റിവർ ഉണ്ടാവും കേട്ടോ. അപ്പോൾ അതിനകത്ത് അതിൻ്റെ റിഫ്ലക്ഷനൊക്കെ കാണാനായിട്ട് നല്ല രസമായിരിക്കും. ഇനി രാവിലെ എന്നിട്ട് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകണേ കേട്ടോ. അത് ഇവിടെ നമ്മൾ മിക്കവാറും എല്ലാ ഹോട്ടലും ബുക്ക് ചെയ്യുമ്പോൾ ബ്രേക്ക്ഫാസ്റ്റും കൂടി ഉള്ളത് നോക്കിയിട്ടോ ബുക്ക് ചെയ്യാറ്. അല്ലെങ്കിൽ പിന്നെ നമ്മൾ അതന്വേഷിച്ച് നടന്ന് കഴിച്ച് വരുമ്പോഴേക്കും ഒരു ദിവസം പകുതി പോകുമല്ലോ. അപ്പോൾ രാവിലെ തന്നെ പോയി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുവാണേ. ഇവിടുത്തെ ഐറിഷ് ട്രഡീഷണൽ ബ്രേക്ക്ഫാസ്റ്റ് ആയിരിക്കും കേട്ടോ മിക്കവാറും അവൈലബിൾ ആയിട്ടുള്ള. കുറേ സീരിയൽസും കോൺഫ്ലെക്സും ഫ്രൂട്ട്സും യോഗട്ട്സും അതൊക്കെ ഉണ്ടാവും. കൂടാതെ നമ്മുടെ എല്ലാ ടിപ്പിക്കൽ ഐറിഷ് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടല്ലോ. സോസേജും റാഷേഴ്സും പൊട്ടറ്റോ ക്യൂബ്സ് ബീൻസ് അങ്ങനെയല്ല. അപ്പോൾ ഇതുമാരും എല്ലാവർക്കും ഇഷ്ടമാട്ടോ. അപ്പോൾ നമ്മളത് അത്യാവശ്യം നന്നായിട്ട് തന്നെ കഴിച്ചു എന്ന് തന്നെ പറയാം. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണോ കേട്ടോ. നല്ല വെറൈറ്റി ഉണ്ട് ഇവിടുത്തെ ബ്രേക്ക്ഫാസ്റ്റിൽ. നമ്മൾ ജസ്റ്റ് ഒന്ന് ഹോട്ടലൊക്കെ ഒന്ന് ചുറ്റി കറങ്ങി. പിന്നെ നമുക്ക് അവിടുത്തെ ലെഷർ ആക്ടിവിറ്റീസ് ക്ലാസ്സസ് ഉണ്ടായിരുന്നേ. അവിടുത്തെ സ്വിമ്മിംഗ് പൂളും സ്റ്റീമും ഷോണയൊക്കെ. അപ്പോൾ അതിനകത്തൊരു ഉച്ച വരെ നമ്മൾ 1 മണി വരെയൊക്കെ അവിടെ സ്പെൻഡ് ചെയ്ത് കേട്ടോ. നമ്മളിവിടെ നിന്ന് ഇറങ്ങുക കേട്ടോ. ചെക്കൗട്ടൊക്കെ ചെയ്ത് അത്യാവശ്യം നമ്മളൊന്ന് ടൈഡിയപ്പൊക്കെ ചെയ്തിട്ടുണ്ട്. നമുക്ക് ഞാൻ പറഞ്ഞു നമുക്ക് പൂളോ ആക്സസൊക്കെ ഉണ്ടായിരുന്നു. അതിലൊക്കെ കിടന്ന് വന്നപ്പോഴേക്കും ഒരു 1 മണിയായിട്ട് ഇപ്പോൾ ഇറങ്ങുമ്പോൾ 1 മണിയൊക്കെ ഇപ്പോൾ നമ്മൾ ഇവിടുന്ന് പോവാണ്. ബൈ ബൈ. താങ്ക് യു. ഇന്ന് നല്ല വെതറാണല്ലോ. ക്ലൗഡിയാണ് പക്ഷെ എന്നാലും ബ്രൈറ്റായിട്ട് നിൽപ്പുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ പോയത് സീഡ് ഫീൽഡ് സിസ്റ്റത്തിലോട്ടാട്ടോ. അപ്പോൾ അവിടെ ഈ ലോകത്തിൽ തന്നെ ഏറ്റവും പഴക്കമുള്ള ഒരു ഫീൽഡ് സിസ്റ്റമാണ് കേട്ടോ പറയപ്പെടുന്നത്. 6000-ഓളം വർഷം പഴക്കമുണ്ട്. നമ്മുടെ ഈജിപ്തിലെ പിരമിഡിനേക്കാളൊക്കെ പഴക്കമുള്ള ഹിസ്റ്ററിയുള്ള ഒരു സ്ഥലമാണ്. കുറേ സ്ഥലങ്ങളുണ്ടാവേ. അപ്പോൾ അവിടെയൊക്കെ ഇങ്ങനെ ഒരു സീയും അതിനോടടുത്തായിട്ട് ചെറിയൊരു ക്ലിഫും പിന്നെ എപ്പോഴും പൂത്തകിടുകളിൽ ഈ സമയമൊക്കെ ആകുമ്പോൾ തൊട്ടിങ്ങനെ ആടുകളുണ്ടാവും കേട്ടോ. ഇവിടെ മയോയിൽ വന്നപ്പോൾ കുറേ ആടുകൾ, സാധാരണ നമ്മൾ കാണേക്കാൾ കൂടുതൽ ആടുകളുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ചിലപ്പോൾ ഇതുപോലെ ചെറിയൊരു ടീ ഷോപ്പ് ഉണ്ടാവും. അതിനകത്ത് ചെറിയ ടീയും സ്നാക്സൊക്കെ കഴിച്ച് ഇവിടെ ഒരു സാധാരണ ഒരു പിക്നിക് ടേബിളും കൂടി ഉണ്ടാവും. അപ്പോൾ അവിടെ നിന്ന് കഴിച്ച് കുറേ നേരമൊക്കെ വർത്താനൊക്കെ പറഞ്ഞ് ഇവിടെ വാക്കിംഗ് ട്രെയിൽ ഉണ്ടാവാറുണ്ട് ഇതിൻ്റെ ഇടയിൽ കൂടെ. അപ്പോൾ നടക്കാനുള്ളവർക്കൊക്കെ അതിൽ കൂടെ ഒക്കെ ഒന്ന് പോയി നടന്നിട്ടൊക്കെ വരാം. ഭയങ്കര പിന്നെ സാധാരണ ഉള്ളേക്കാലത്തെ കാറ്റ് കൂടുതലായിരിക്കും കേട്ടോ. ഇപ്പോൾ കടലിൻ്റെ അടുത്തായതുകൊണ്ട് ചെറിയ തണുപ്പുണ്ടാവും. പക്ഷെ ഇങ്ങനെ കണ്ടു നിൽക്കാനായിട്ട് നല്ല രസമായിട്ടോ. നമുക്കിങ്ങനെ ഇങ്ങനെ പോണത്തൊക്കെ നമുക്കിങ്ങനെ നിർത്താൻ തോന്നും. അത്രയും ഭംഗിയാണ് ഇവിടെ. സമ്മർ തുടങ്ങി കഴിഞ്ഞാൽ അയർലൻഡിലെ പ്രകൃതി എന്ന് പറയുന്നത്. ഇതൊക്കെ അവർ കളർ ചെയ്യാത് എങ്ങനെയാണ് തോന്നുന്നത് അവരവരുടെ സ്വന്തം ആടുകളെ തിരിച്ചറിയാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പെയിൻ്റ് അടിച്ച് വെക്കും. അപ്പോൾ ആ ഒരു കൂട്ടം ആ കളറുള്ളത് അവരവരുടെ ആണെന്ന് അറിയാൻ വേണ്ടിയിട്ട് അന്നാണ് നമ്മൾ പെട്ടെന്ന് നോക്കിയപ്പോൾ കണ്ടിട്ട് അങ്ങനെയാണെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ അവിടെ ഒരു വിസിറ്റിംഗ് സെൻറ്റർ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവിടുത്തെ കാര്യങ്ങളെക്കുറിച്ചുള്ള ഇൻഫോർമേഷനും ചെറിയൊരു 3D ഡിസ്പ്ലേ ഒക്കെ ഉണ്ടായിരുന്നു. ഇവിടെ നമുക്ക് 3D എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി വന്നിരിക്കുന്നതാണ്. ഒരു 10 മിനിറ്റ്സിന് ഇവിടെ നമുക്ക് എപ്പോൾ വന്നാലും 3D എക്സ്പീരിയൻസ് ഉണ്ട്. സ്റ്റാർട്ട് പറയാം.
ആ ഒരു ഷോ അതിരിച്ച് നേരമുണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ അതിനകത്തെ കൂടെ ഒന്ന് എക്സ്പ്ലോർ ചെയ്തു. അവിടെ വെച്ചിരിക്കുന്ന കാര്യങ്ങളും ഇൻഫർമേഷനും ഒക്കെ ഒന്ന് വായിച്ചു നോക്കി. അത്യാവശ്യം എക്സൈറ്റിംഗ് ആയിരുന്നു. നമ്മളറിയാത്ത കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നേ. ഇവിടെ എല്ലാം പുറത്തേക്ക് കിടക്കണേ. ഇത് ഒരു വിസിറ്റ് ഗാലറി പോലെയാ. നമ്മൾ മുകളിൽ കയറി അതിൻ്റെ ഉള്ള ആ ഒരു എക്സിബിഷൻ പോലെ ഒരു ബിൽഡിങ്ങും അതിനകത്ത് കുറേ പോസ്റ്റേഴ്സൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ മുകളിൽ കയറി നമുക്ക് കാണാം കേട്ടോ. ഇത് ഈ ഫീൽഡാണ് 6000 വർഷം പഴക്കമുള്ള ഫീൽഡാണ്. അപ്പോൾ ലോകത്തിലെ തന്നെ ഏറ്റവും പഴയ ഒരു ഫീൽഡ് സിസ്റ്റത്തിൽ പെടുന്ന ഒരു ഇതാണെന്ന് പറഞ്ഞിട്ടാട്ടോ അതിൻ്റെ കാര്യങ്ങളിലൊക്കെ ഇതേക്കുന്നത്. ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഫീൽഡിൽ കൂടെ നമുക്ക് പോയി കറങ്ങി വരാൻ കണ്ടോ. അതിൻ്റെ ഇടയിൽ കൂടെ നമുക്ക് നടക്കാനുള്ളത് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങ് കയറി അത്രയും ഫീൽഡ് അങ്ങ് കവർ ചെയ്തിട്ട് വരാമെന്നുള്ളൂ തോന്നുന്നതിനകത്ത് വേറെ പ്രത്യേകിച്ചൊന്നും ഇല്ല എന്നാണ്. പക്ഷെ കുറേ ആളുകൾ വരുന്നുണ്ട് കേട്ടോ. നമുക്കൊന്ന് പോയി നോക്കാം എന്താ സംഭവം എന്ന് അറിയാമല്ലോ. ഇതേ കണ്ട ഈ വഴികളിൽ കൂടെ ഒക്കെ പോയി മുകളിൽ ഒക്കെ പോയിട്ട് വരാം. അപ്പത്തേക്ക് പോകണം. ഇതാ തോമസ്, മിസ്റ്റർ തോമസ്, നൂഡിൽസ് തോമസ്. മാച്ചിന് വെച്ചിട്ടാണെന്ന് പറഞ്ഞ വഴക്കിട്ട് തിരിഞ്ഞു നോക്കാണ്ട് നടക്കുന്നതാണ്. ഇവിടെ ഇവര് ഇങ്ങനെ നമ്മൾ പോകണമെങ്കിൽ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കുറേ ഫാക്ട്സ് എഴുതിയിരിക്കും കേട്ടോ. അപ്പോൾ അതിനകത്ത് ഏകദേശം നമ്മുടെ ഈജിപ്തിലെ പിരമിഡിനേക്കാളൊക്കെ പഴക്കമുള്ള ഒരു കൃഷി, പണ്ടത്തെ ഒരു കൃഷിയുടെ ആണ്. വലിയ മതിലൊക്കെ ഉണ്ടായിരുന്നു. അതിനകത്താണ് കാറ്റൽസിനെയൊക്കെ വളർത്തിയിരുന്നത്. അതിന് പിന്നെ കാലാവസ്ഥയുടെ ഇതുകൊണ്ട് മതിലൊക്കെ പൊളിഞ്ഞു വീണു. പിന്നെ ഇതിനകത്ത് ഈ കണ്ടോ ഈ ചതുപ്പ് പോലെ വെള്ളത്തിൽ ഇങ്ങനെ പൊന്തി വരുന്നതുകൊണ്ട് നമുക്ക് കവറായി പോയി. ഇതിനിടയിലൊക്കെ താഴെയൊക്കെ സിസ്റ്റങ്ങളുണ്ട് എന്നൊക്കെയാണ്. നമുക്ക് അങ്ങനെ വലിയ ഹിസ്റ്ററി ആയിട്ട് വലിയ പരിചയമില്ലാത്തതുകൊണ്ടാണോ അങ്ങനെ വലിയ മനസ്സിലാവുന്നില്ല. പക്ഷേ ഇങ്ങനെ കുറേ ഏരിയ കണ്ടിട്ടോ ഒത്തിരി സ്ഥലമാണ്. അപ്പോൾ ഇതിനൊക്കെ കൂടുതലുണ്ടായിരുന്നു. കാലാവസ്ഥയുടെ ഇതുകൊണ്ടൊക്കെയാണ് ഇത്രയും ചെറുതായി പോയെന്നാണ്. അതിനകത്ത് നമുക്കൊരു ലീഫ്ലെറ്റ് തരും. പിന്നെ ഇതുപോലെ ഇവിടെ വയനാട്ടിലൊക്കെ നമുക്ക് കുറേ ഇൻഫർമേഷൻസ് ചെറിയ പോയിന്റുകളൊക്കെ ആയിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷേ ഇങ്ങനെ നടക്കാൻ നല്ല രസമുണ്ട് കേട്ടോ. ഇങ്ങനെ വഴികൾ ഇങ്ങനെ ഉണ്ടാക്കിയിട്ടേക്കണ കാരണം നല്ല ഭംഗിയിൽ നമുക്ക് നടന്ന് ഇങ്ങനെ പോവാം. ഇങ്ങനെയൊക്കെയുള്ള സ്ഥലത്ത് വരുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാര്യം നല്ല സണ്ണിയൊക്കെ ഉള്ള ദിവസമാണെങ്കിലും കാറ്റായിരിക്കും കേട്ടോ. നല്ല തണുപ്പുണ്ട്. അപ്പോൾ ജാക്കറ്റൊക്കെ എപ്പോഴും എടുത്തോളണേ. നമ്മൾ ചൂടൊക്കെ കണ്ട് വെറുതെ ഇറങ്ങി വന്നാൽ നമ്മൾ മുകളിലേക്ക് എത്തിയതുകൊണ്ട് നമുക്ക് കാറ്റൊക്കെ തണുപ്പ് വരും. നമ്മളൊരു 1.5-2 മണിക്കൂറോളം അവിടെ സ്പെൻഡ് ചെയ്ത് കേട്ടോ. എല്ലാ കാഴ്ചകളും കണ്ട് അതിൽ കൂടെ ഒക്കെ നടന്ന കാര്യങ്ങളൊക്കെ വായിച്ച് അങ്ങനെ നടന്നു കേട്ടോ. നമ്മൾ ഡൗൺ പാർക്ക് ഹെഡ് കാണാൻ പോവാട്ടോ. മല കയറാൻ പോവാണ്. ഡിറ്റാച്ച് ചെയ്തിരിക്കണ കടലിൽ ഇങ്ങനെ പൊന്തി നിൽക്കുന്ന ഒരു കല്ലാണ്. നമ്മൾ വല്ലൊഴിക്കൊക്കെ നമുക്ക് അവിടെ ഇങ്ങനെ കാണാൻ പറ്റണ്ടായിട്ടോ. അപ്പോൾ ഇവിടെ ഒരു കയറി നോക്കാം. ഇച്ചിരി കയറ്റമുണ്ട്. അപ്പോൾ കയറി ഇങ്ങനെ പോകണം. നമ്മൾ പയ്യെ ലിമറക്കിലേക്ക് വിടാമെന്ന് എഴുതിയിട്ടാട്ടോ. വൈകുന്നേരം 4 മണി വീടെത്തുമ്പോഴേക്കും ഒരു നേരമാകുമല്ലോ. നമ്മുടെ പാർക്കിംഗ് ചെയ്ത് ഒരു 10-15 മിനിറ്റ് നടന്നിട്ടാട്ടോ എത്തിയേ നിൽക്കുന്നത് നമ്മുടെ ടൗൺ പാട്രിക് ഹെഡ്. നമ്മുടെ ഇതിൽ നിന്ന് ഡിറ്റാച്ച് ചെയ്ത് നിൽക്കുന്ന ഒരു മലയിടുക്ക്. നല്ല രസമുണ്ട്. പക്ഷെ നമുക്ക് അടുത്ത് പോകും തോറും നമുക്കിങ്ങനെ ഒരു പേടി ഉള്ളിക്കൂടെ കയറി വരും. ആ വെള്ളവും ആ താഴ്ചയും അതിൻ്റെ കുത്തലുകളും നിൽക്കുമ്പോൾ കാണുമ്പോൾ നമുക്കൊരു ഒരു എന്താ പറയുക ഒരു വീഴോ എന്നുള്ള പേടി. കാറ്റൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഇങ്ങോട്ട് വരുന്നവർ അധികം അടുത്തേക്ക് പോയി കഴിഞ്ഞാൽ കാറ്റൊക്കെ ഉണ്ട്. അങ്ങനെ അപകടങ്ങളൊക്കെ സംഭവിക്കാറുള്ളതാണ്. പിന്നെ അതിൻ്റെ ഇടയിൽ കൂടെ കുറേ സീഗളുകളൊക്കെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ കുറേ ആളുകൾ ഇതുപോലെ കാണാനും ഇത് ചെയ്യാനും ഫോട്ടോ എടുക്കാനൊക്കെ വരുന്നുണ്ട്. ഇതിൻ്റെ ഇടയിൽ കുറേ പൂക്കളുള്ള ചെടികളും ആ കടലിടുക്കിൻ്റെ മുകളിലായാലും നമുക്ക് കാണാം വെള്ളപ്പൂക്കളും അങ്ങനെ പുല്ലും ഇവിടത്തെയൊക്കെ ഉള്ളതിൻ്റെ ഓരോ വൈവിധ്യങ്ങളും അതിൽ പലയിടത്തായിട്ടൊക്കെ നിൽപ്പുണ്ട്. നല്ല രസമുണ്ട് കേട്ടോ ഇവിടെ ഒന്ന് കാണാനായിട്ട്. ആൾക്കാർ
നല്ല കാറ്റുണ്ട് കേട്ടോ ഇവിടെ. എവിടെയാണെങ്കിൽ ഒത്തിരി പേര് ഡ്രോണൊക്കെ കൊണ്ടുവന്ന് പറത്തി വീഡിയോസ് എടുക്കുകയും അങ്ങനെ കുറേ ഫോട്ടോസ് എടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ നല്ല കെയർഫുൾ ആയിരിക്കണം കേട്ടോ ഇങ്ങോട്ടേക്കൊക്കെ വരുമ്പോൾ, പ്രത്യേകിച്ച് കുട്ടികളെ കൊണ്ടൊക്കെ വരുമ്പോൾ. അങ്ങനെ വേറെ ഒരു സേഫ്റ്റി മെഷേഴ്സൊന്നും അങ്ങനെ അതോടെ കണ്ടില്ല. അപ്പോൾ നമ്മൾ തന്നെ ശ്രദ്ധിക്കണം കേട്ടോ മക്കളെയും കൊണ്ട്. ഇപ്പോൾ നല്ല കാറ്റായതുകൊണ്ട് എനിക്കറിയാം വോയിസ് ഒന്നും അത്ര ക്ലിയർ അല്ലാന്ന്. എന്നാലും കാണാനൊക്കെ നല്ല രസമുണ്ട്. പ്രത്യേകിച്ച് ഇങ്ങനത്തെ ഒരു അഡ്വഞ്ചറസ് ഒക്കെ ട്രിപ്പൊക്കെ ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ നല്ല രസമായിരിക്കും കേട്ടോ ഇവിടെ വന്ന് ഇങ്ങനെ നിൽക്കാനൊക്കെ ആയിട്ട്. അവിടെ നമ്മുടെ സെൻറ്റ് പാട്രിക്സിൻ്റെ സ്റ്റാച്ചു ഒക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. എനിക്ക് അറിഞ്ഞുകൂടാ എന്താണ് ഇതിന് ഡൗൺ പാട്രിക് ഹെഡ് എന്ന് പറയുന്നത്, എന്തെങ്കിലും ബന്ധം ഉണ്ടാവുമായിരിക്കും. പിന്നെ അവിടെ നമുക്കിങ്ങനെ ഒരു ചെറിയൊരു ഒരു വ്യൂ പോയിൻ്റ് പോലെ അതിനകത്തേക്ക് നമുക്ക് വെള്ളമൊക്കെ അടിച്ച് കയറണമൊക്കെ ശരിക്കും കാണാനൊക്കെ പറ്റും കേട്ടോ. നല്ല പേടിയാവുന്നുണ്ട് ഇവിടെ നിൽക്കുമ്പോൾ. നമ്മൾ ഡൗൺ പാട്രിക് ഹെഡിലും കുറച്ച് നേരം നിന്ന് കേട്ടോ. അതൊക്കെ കണ്ട് പിന്നെ പയ്യെ നമ്മൾ വീട്ടിലേക്ക് പോകാനായിട്ട് ഇറങ്ങി കേട്ടോ. വീട്ടിലേക്ക് പോകാനായിട്ട് ഇറങ്ങുമ്പോഴേക്കും ഒരു 5:30 ഒക്കെ ആയിരുന്നു. നമുക്കൊരു 2.5 മണിക്കൂർ കൂടുതൽ ഡ്രൈവ് ഉണ്ട്. 2.5-3 മണിക്കൂറോളം ഡ്രൈവ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണാവേ.